നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 66, 67 പേജുകളിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർ സെവറൽ നമ്പേഴ്സ് ആൻഡ് ഗെസ് എ ജനറലൈസേഷൻ ദെൻ പ്രൂവ് ഇറ്റ് യൂസിങ് ഓൾജിബ്ര. എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവ നമ്പർ ഉപയോഗിച്ച് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. അതിനുശേഷം അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് നമ്മളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പ്രത്യേകത ഓൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഒന്ന് വായിച്ചു നോക്കി. ഒന്നാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരുന്ന ഒരു നമ്പറും റിമൈൻഡർ 2 വരുന്ന ഒരു നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം ആ റിസൾട്ടിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ 3 കൊണ്ട് ഹരിച്ചിട്ടുണ്ടെങ്കിൽ റിമൈൻഡർ 1 വരുന്ന സംഖ്യകളെല്ലാം ആദ്യം കണ്ടുപിടിക്കണം അല്ലെ. അതിനുശേഷം 2 വരുന്ന സംഖ്യകളെല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ആദ്യം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന സംഖ്യകൾ എഴുതാനായിട്ട് പോവുക. ഡിവിഷൻ ബൈ 3. ആദ്യം റിമൈൻഡർ 1 വരുന്നത്. റിമൈൻഡർ 1 വരുന്ന സംഖ്യകൾ ഏതൊക്കെയാ? 1 ഉണ്ടല്ലേ. പിന്നെ ഏതാ? 4. 4നെ 3 കൊണ്ട് ഹരിച്ചിട്ടുണ്ടെങ്കിൽ റിമൈൻഡർ 1. പിന്നെ ഏതാ ഉള്ളത്? 7 ഉണ്ട്, 10 ഉണ്ട്, 13 ഉണ്ട്. അങ്ങനെ കുറെ സംഖ്യകളുണ്ട് അല്ലേ. അടുത്ത റിമൈൻഡർ 2 വരുന്ന സംഖ്യകളോ ഏതൊക്കെയാ? 2 ഉണ്ട്, പിന്നെ 5 ഉണ്ട്, 11, 14 ഇങ്ങനെ അങ്ങ് പോകും അല്ലെ. അപ്പോൾ ഈ സംഖ്യകൾക്കൊക്കെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിമൈൻഡർ 2 ആണ് വരുന്നത്. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? അവയുടെ പ്രൊഡക്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. റിമൈൻഡർ 1 വരുന്ന ഒരു സംഖ്യ എടുക്കണം, 2 വരുന്ന ഒരു സംഖ്യ എടുക്കണം. അവയുടെ പ്രൊഡക്റ്റ് എടുക്കാൻ പറഞ്ഞേക്കുന്നത് അല്ലെ. അതായത് ഞാൻ 1ഉം 2ഉം എടുത്തു. റിമൈൻഡർ 1 വരുന്നത് 1 ഉണ്ട്, റിമൈൻഡർ 2 വരുന്നത് 2 ഉണ്ട് അല്ലെ. അപ്പൊ 1ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എത്രയാണ്? 2 കിട്ടും അല്ലെ. അടുത്തത് ഞാൻ 1ഉം 5ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോവാം. ഇതിനകത്ത് നിന്ന് 1ഉം ഇതിനകത്ത് നിന്ന് 5ഉം. അതായത് 1 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 5 കിട്ടും. ഇനി ഞാനൊരു 4ഉം 5ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോവാം. ഇതിനകത്ത് നിന്ന് 4, ഇതിനകത്ത് നിന്ന് 5. സോ 4 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 20 കിട്ടും അല്ലെ. ഇനി 4ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലോ? 4 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 കിട്ടും അല്ലെ. അതായത് ഈ സെറ്റിൽ നിന്ന് ഒരു നമ്പറും ഇതിനകത്ത് നിന്ന് അടുത്ത നമ്പറും എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഏതൊക്കെ ആൻസറുകൾ കിട്ടിയത്? 2, 5, 20, 8. ഈ റിസൾട്ടുകളുടെ പ്രത്യേകത എന്താ? 2നെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ, റിമൈൻഡർ എത്രയായിരിക്കും? നമുക്ക് 2 തന്നെ കിട്ടും അല്ലെ. 5നെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ, റിമൈൻഡർ അവിടെയും 2 തന്നെയാ അല്ലെ. 20നെ ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ, 20ൽ എത്ര പ്രാവശ്യം 3 ഉണ്ട്? 20ൽ 6 പ്രാവശ്യം. അപ്പൊ 18 ആയതേ ഉള്ളൂ. പിന്നെ റിമൈൻഡർ 2. 8നകത്തോ? 8നകത്ത് എത്ര പ്രാവശ്യം 3 ഉണ്ട്? 2 പ്രാവശ്യം അല്ലെ. അപ്പൊ 6 ആയതേ ഉള്ളൂ. റിമൈൻഡർ 2. അതായത് ഈ റിസൾട്ടിനെ എല്ലാം നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റിമൈൻഡറുകൾ എല്ലാത്തിനും സെയിം അല്ലേ? എത്രയാണ്? 2 വെച്ചാണ് നമുക്ക് റിമൈൻഡർ കിട്ടിയത്. അതായത് ഇവിടുന്ന് നമുക്ക് എന്ത് പറയാം? ഈ പ്രൊഡക്റ്റുകളെ 3 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടും? 2 കിട്ടും അല്ലെ. ദ പ്രൊഡക്റ്റ് ലീവ്സ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. അപ്പോൾ നമ്മളിവിടെ കുറച്ച് എക്സാമ്പിൾ ചെയ്ത് നോക്കി ഒരു റിസൾട്ടിലേക്ക് എത്തി അല്ലെ. ഇനി ആ റിസൾട്ട് ശരിയാണോ എന്ന് നമ്മൾ ഓൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാനായിട്ട് പോവാം. അതായത് എങ്ങനെ പ്രൂവ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരുന്ന സംഖ്യകളുടെ ജനറൽ ഫോം എഴുതുന്നു. റിമൈൻഡർ 1 വരുന്ന സംഖ്യകൾ, അതിന്റെ ജനറൽ ഫോം എന്താ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരുന്ന സംഖ്യകളുടെ ജനറൽ ഫോം അത് 3n + 1 എന്ന ഫോമിലായിരിക്കും അല്ലെ. 3ന്റെ മൾട്ടിപ്പിൾ +1 എന്ന ഫോമിലായിരിക്കും അത്. അങ്ങനെയാണെങ്കിൽ റിമൈൻഡർ 2 വരുന്ന സംഖ്യകളോ? അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകളുടെ ജനറൽ ഫോം എന്താ? 3ന്റെ മൾട്ടിപ്പിൾ +2 എന്ന് പറയുന്ന ഫോമിലായിരിക്കും അല്ലെ. ഇത് വേറൊരു സംഖ്യ ആയതുകൊണ്ട് ഞാൻ 3m എടുത്തു കേട്ടോ. 3m + 2 എന്ന് എഴുതി. അതായത് റിമൈൻഡർ 1 വരുന്ന സംഖ്യകളെ 3n + 1 എന്ന രീതിയിൽ എഴുതാം. റിമൈൻഡർ 2 വരുന്നതോ 3m + 2 എന്ന ഫോമിലും എഴുതാം. ഇനി എന്താ ചെയ്യണ്ടേ? ഇത് തമ്മിൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം അല്ലെ. റിമൈൻഡർ 1 വരുന്നതും 2 വരുന്നതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 3n + 1 × 3m + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? 3n × 3m 3n × 3m പ്ലസ് അടുത്ത് വീണ്ടും 3n × 2 3n × 2 പ്ലസ് അടുത്ത് 1 അല്ലെ. 1 × 3m വേണം, 1 × 2 വേണം. 1 × 3m പ്ലസ് 1 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു
3n into 3m എന്താണ്? 9nm പ്ലസ് 3n into 2 6n പ്ലസ് 1 into 3m 3m പ്ലസ് 2. ഇനി അടുത്ത് എങ്ങനെ ചെയ്യുന്നേ? ഈ ആദ്യത്തെ 3 ടേം എടുത്തു. 3 ടേമിൽ നിന്ന് നമുക്ക് 3 ഔട്ട് സൈഡിൽ എടുക്കാം അല്ലെ? ഇതിനകത്ത് 3 ഉണ്ട്, ഇതിനകത്ത് 3 ഉണ്ട്, ഇതിനകത്തും 3 ഉണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ 3 ടേമിൽ നിന്നും 3 ഞാൻ ഔട്ട് സൈഡിൽ എടുത്തു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ബാലൻസ് ഇവിടെ എന്തുണ്ട്? 9ൽ നിന്ന് 3 ഔട്ട് സൈഡിൽ എടുത്താൽ ബാക്കി എന്തുണ്ട്? 3nm അല്ലേ? 9ൽ നിന്ന് 3 കുറച്ച് 6 എന്നൊന്നും എഴുതി വെച്ചേക്കരുത്. ഇത് മൾട്ടിപ്ലിക്കേഷൻ രൂപത്തിലാണ് പുറത്തെടുക്കുന്നത് അല്ലെ? അതുകൊണ്ട് 3nm. ഇപ്പോഴല്ലേ 3 into 3 9 ആയത്? അങ്ങനെയാണ് നോക്കുന്നത് കേട്ടോ. ദെൻ പ്ലസ് 6ൽ നിന്ന് 3 ഔട്ട് സൈഡിൽ എടുത്തു. ബാലൻസ് എന്തുണ്ട്? 2n അല്ലേ? 2n. ഇപ്പോഴല്ലേ 3 into 2 6 ആയത്? പ്ലസ് ഇനി 3ൽ നിന്ന് 3 ഔട്ട് സൈഡിൽ എടുത്തു. ബാലൻസ് എന്തുണ്ട്? 1 ഉള്ളൂ അല്ലെ? അതായത് m മാത്രമേ അവിടെ ഉള്ളൂ. ഇനി പ്ലസ് 2 മാറ്റി അങ്ങ് എഴുതി. പ്ലസ് 2. ആദ്യത്തെ ഈ 3 ടേമിൽ നിന്ന് മാത്രമാണ് ഈ 3 ഔട്ട് സൈഡിൽ എടുത്തത്. അതുകൊണ്ട് പ്ലസ് 2 മാറ്റി എഴുതാം. ഇനി ഇതാ ഇവിടെ നോക്കിക്കേ. ഈ റിസൾട്ടിനെ, അതായത് ഈ സംഖ്യേനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയായിരിക്കും? റിമൈൻഡർ 1 ആണെങ്കിൽ എങ്ങനെ എഴുതാം? 3യുടെ ഒരു മൾട്ടിപ്പിൾ പ്ലസ് 1 എന്ന് എഴുതാം അല്ലെ? റിമൈൻഡർ 2 ആണെങ്കിലോ 3യുടെ ഒരു മൾട്ടിപ്പിൾ പ്ലസ് 2 എന്ന് എഴുതാം. ഇവിടെ ഏത് ഫോമിലായിരിക്കും? ഈ ബ്രാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരു നമ്പർ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തു. ഈ ബ്രാക്കറ്റ് കംപ്ലീറ്റ്. അങ്ങനെയാണെങ്കിൽ 3 ഇൻറ്റു സംതിങ് അല്ലേ? 3യുടെ ഒരു മൾട്ടിപ്പിൾ പ്ലസ് 2 എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലെ? അതായത് 3യുടെ ഒരു മൾട്ടിപ്പിൾ പ്ലസ് 2 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ഏതായിരിക്കും? ഈ എഴുതിയിരിക്കുന്ന 2 ആയിരിക്കും നമ്മുടെ റിമൈൻഡർ. അതായത് നമ്മുടെ റിസൾട്ടിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയായിരിക്കും? റിമൈൻഡർ 2 ആയിരിക്കും. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതായിരുന്നു അല്ലേ? ഇവിടെ നമ്മൾ ഓൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്തു. അതായത് നമുക്ക് എന്ത് പറയാം? ദ പ്രൊഡക്റ്റ് ലീവ്സ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. ഇതാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ആദ്യം നമ്മളോട് കുറച്ച് നമ്പറുകൾ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം അതിന്റെ പ്രത്യേകത നമ്മളോട് ജനറലൈസ് ചെയ്യാൻ പറഞ്ഞു. പിന്നീട് അത് ഓൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. അടുത്തത് രണ്ടാമത്തത് വായിച്ചു നോക്കിക്കേ. എന്താ രണ്ടാമത്തത്? ഇതുപോലെ തന്നെയല്ല ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന സംഖ്യകൾ എടുക്കുക. അതുപോലെ തന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്ന സംഖ്യകൾ എടുക്കുക. അവയുടെ പ്രൊഡക്റ്റ് എടുക്കുക. അതിനുശേഷം ആ പ്രൊഡക്റ്റിനെ 4 കൊണ്ട് വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പോൾ റിമൈൻഡർ ഏതാ വരുന്നതെന്ന് നോക്കണം. ഇതല്ലേ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ പാർട്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഹെഡിങ് കൊടുത്തു ഡിവിഷൻ ബൈ 4. ഇവിടെ 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ? ആദ്യം എന്താ എടുക്കേണ്ടത്? റിമൈൻഡർ 1 വരുന്ന സംഖ്യകൾ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരുന്ന സംഖ്യകൾ ഏതൊക്കെയാ? 1 ഉണ്ടല്ലേ? പിന്നെ 5, അടുത്തത് 9, അടുത്തത് 13, പിന്നെ 17, അങ്ങനെ അങ്ങ് പോകും അല്ലെ? അടുത്ത റിമൈൻഡർ 2 വരുന്ന സംഖ്യകളോ? 2 ഉണ്ട്, 6 ഉണ്ട്, 10 ഉണ്ട്, 14 ഉണ്ട്, 18 ഉണ്ട്, അങ്ങനെ അങ്ങ് പോകും അല്ലെ? ഇനി നമ്മളോട് എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? അവയുടെ പ്രൊഡക്റ്റ് കാണണം. അതായത് ഈ സെറ്റിൽ നിന്ന് ഒരു നമ്പർ എടുക്കണം, ഇതിനകത്തുനിന്ന് ഒരു നമ്പർ എടുക്കണം. അതിനുശേഷം അതിന്റെ പ്രൊഡക്റ്റ് കാണണം അല്ലെ? അപ്പോൾ ഞാൻ ഇവിടുന്ന് 1ഉം ഇവിടുന്ന് 2ഉം എടുത്തു. സോ 1 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി ഞാൻ ഇവിടുന്ന് 1ഉം ഇവിടുന്ന് 6ഉം എടുത്തു. അതായത് 1 ഇൻറ്റു 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 കിട്ടി അല്ലെ? ഇനി ഇവിടുന്ന് 5ഉം ഇവിടുന്ന് 2ഉം എടുത്തു. അപ്പോൾ 5 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ഇനി ഇവിടുന്ന് 5ഉം ഇവിടുന്ന് 6ഉം എടുത്തു. അപ്പോൾ 5 ഇൻറ്റു 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 30. ഈ 4 പ്രൊഡക്റ്റുകളുടെ പ്രത്യേകത എന്താന്ന് നോക്കിക്കേ. ഫസ്റ്റ് അത് 2. 2നെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. റിമൈൻഡർ എത്രയാ? റിമൈൻഡർ 2 തന്നെ വരും അല്ലെ? 6നെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. 6ൽ 4 എത്ര പ്രാവശ്യം ഉണ്ട്? 1 പ്രാവശ്യം. അപ്പോൾ 4 ആയി, ബാക്കി 2 അല്ലെ? അപ്പൊ റിമൈൻഡർ 2. 10നകത്ത് 4 എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം അല്ലെ? അപ്പൊ 8 ആയി, റിമൈൻഡർ വീണ്ടും 2 കിട്ടി. 30നകത്ത് 4ഓ? 30നകത്ത് 7 പ്രാവശ്യം അല്ലെ? അപ്പൊ എത്രയായി? 28 ആയി, റിമൈൻഡർ 2. അതായത് ഈ റിസൾട്ടുകളെല്ലാം 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര വരും? 2 വെച്ച് കിട്ടും അല്ലെ? അതായത് നമുക്ക് എന്താ എഴുതാം? ദ പ്രൊഡക്റ്റ് ലീവ്സ് റിമൈൻഡർ 2. ഇനി നമ്മളോട് ഇത് ഓൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരുന്ന സംഖ്യയുടെ ജനറൽ ഫോം എഴുതണം, റിമൈൻഡർ 2 വരുന്ന സംഖ്യയുടെ ജനറൽ ഫോം എഴുതണം. അതിനുശേഷം പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം അല്ലെ? ആദ്യം റിമൈൻഡർ 1 വരുന്ന സംഖ്യകൾ. അതിന്റെ ജനറൽ ഫോം എന്താണ്? 4 വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ? അതായത് 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1 എന്ന് പറയുന്ന ഫോമിലായിരിക്കും അല്ലെ?
അതായത് 4ന്റെ മൾട്ടിപ്പിൾ 4m പ്ലസ് 1. അപ്പോഴാണ് നമുക്ക് റിമൈൻഡർ 1 കിട്ടുന്നത് അല്ലേ. അടുത്ത റിമൈൻഡർ 2 വരുന്നതോ അതിന്റെ ഫോം എന്താ? 4ന്റെ ഒരു മൾട്ടിപ്പിൾ പ്ലസ് 2 എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ഫോം. നമ്മളിവിടെ 4m എഴുതിയതുകൊണ്ട് ഇവിടെ 4n എഴുതാം. 4n പ്ലസ് 2. ഇനി എന്ത് ചെയ്യണം? ഇവയുടെ പ്രൊഡക്റ്റ് കാണണം അല്ലേ. അതായത് 4m പ്ലസ് 1 ഇൻറ്റു 4n പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് വേണ്ടേ 4m ഇൻറ്റു 4n 4m ഇൻറ്റു 4n പ്ലസ് ഇനി 4m ഇൻറ്റു 2 4m ഇൻറ്റു 2. അടുത്ത ഇനി ഒന്നുകൊണ്ട് മൾട്ടിപ്പിൾ ആണ് അല്ലേ. 1 ഇൻറ്റു 4n 1 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 4n പ്ലസ് 1 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4m ഇൻറ്റു 4n എത്രയാണ്? 4 ഇൻറ്റു 4 16 അല്ലേ. 16mn 16mn പ്ലസ് 4m ഇൻറ്റു 2 8m പ്ലസ് 1 ഇൻറ്റു 4n 4n പ്ലസ് 1 ഇൻറ്റു 2 2. ഇനി എന്ത് ചെയ്യണം? ആദ്യം ചെയ്തതുപോലെ തന്നെ ആദ്യത്തെ 3 എണ്ണം മാത്രം എടുത്തു. അതിനുശേഷം അതിനകത്ത് നിന്ന് 4 ഔട്ട് സൈഡിൽ എടുക്കാൻ പറ്റുമോ നോക്കിക്കേ. 16ൽ 4 ഉണ്ട്, 8ലും ഉണ്ട്, 4ലും ഉണ്ട് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 16ൽ നിന്ന് 4 ഔട്ട് സൈഡിൽ എടുത്തു. ഇപ്പോൾ ബാലൻസ് 4mn 4 ഇൻറ്റു 4 ഇപ്പോഴല്ലേ 16 ആയത്. പ്ലസ് 8ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം അല്ലേ. അതായത് 4 ഔട്ട് സൈഡിൽ എടുത്തപ്പോൾ ബാലൻസ് ഇവിടെ എത്രയുണ്ട്? 2m പ്ലസ് 4 ഔട്ട് സൈഡിൽ എടുത്തു അല്ലേ. അതുകൊണ്ട് അവിടെ n മാത്രം. ദെൻ പ്ലസ് 2 മാറ്റി എഴുതിക്കോളാം. ഈ 3 എണ്ണത്തിൽ നിന്നാണ് 4 ഔട്ട് സൈഡ് എടുക്കുന്നത്. അതുകൊണ്ട് പ്ലസ് 2 ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതി. ഇനി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ റിസൾട്ടിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയായിരിക്കും? വീണ്ടും ഇവിടെ ഒന്ന് നോക്കിക്കേ. റിമൈൻഡർ 1 വരണമെങ്കിൽ 4ന്റെ ഒരു മൾട്ടിപ്പിൾ പ്ലസ് 1 എഴുതിയാൽ മതി അല്ലേ. റിമൈൻഡർ 2 വരണമെങ്കിലോ 4ന്റെ ഒരു മൾട്ടിപ്പിൾ പ്ലസ് 2 എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ഫോമിലായിരിക്കും? ഈ ബ്രാക്കറ്റ് ഒരൊറ്റ സംഖ്യയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഈ ബ്രാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരു സംഖ്യ. അങ്ങനെയാണെങ്കിൽ ഇനി നോക്കിക്കേ 4 ഇൻറ്റു സംതിങ്, അതായത് 4ന്റെ ഒരു മൾട്ടിപ്പിള് പ്ലസ് 2 എന്ന് പറയുന്ന ഫോമിലല്ലേ. 4ന്റെ മൾട്ടിപ്പിള് പ്ലസ് 2 ആണെങ്കിൽ ആ സംഖ്യനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിമൈൻഡർ എത്രയായിരിക്കും? ഈ വന്നിരിക്കുന്ന 2 അല്ലായിരിക്കും റിമൈൻഡർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ റിസൾട്ടിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര റിമൈൻഡർ കിട്ടും? 2 റിമൈൻഡർ കിട്ടും. അതല്ലായിരുന്നു നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചത്. ഇവിടെ നമ്മൾ ഓൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്തു. അതായത് നമുക്ക് എന്താ കിട്ടിയത്? ദ പ്രൊഡക്റ്റ് ലീവ്സ് റിമൈൻഡർ 2. അടുത്ത മൂന്നാമത്തെ എന്താ ചോദിച്ചേക്കുന്നത്? 6 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 2 അറ്റത്ത് കിടക്കുന്ന സംഖ്യകളുടെ പ്രൊഡക്റ്റും മിഡിലിൽ കിടക്കുന്ന 2 സംഖ്യകളുടെ പ്രൊഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് സംഖ്യയുടെ അടുത്ത് ചെക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ള 6 നമ്പേഴ്സ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 3 തൊട്ട് എടുക്കാമെന്ന് വിചാരിക്കുക. 3, 4, 5, 6, 7, 8 6 നമ്പേഴ്സ് ആയില്ലേ. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? 2 അറ്റത്ത് കിടക്കുന്ന സംഖ്യയുടെ പ്രൊഡക്റ്റ് എടുക്കണം അല്ലേ. അതായത് 3ന്റെയും 8ന്റെയും പ്രൊഡക്റ്റ്. 3 ഇൻറ്റു 8 ദാറ്റ് ഈസ് ഈക്വൽ എത്രയാണ്? 8 24 അല്ലേ. 24. ഇനി എന്താ? മിഡിലിൽ കിടക്കുന്ന 2 സംഖ്യയുടെ പ്രൊഡക്റ്റ് എടുക്കണം. നടുക്ക് കിടക്കുന്ന 5ഉം 6ഉം അല്ലേ. അതായത് 5 ഇൻറ്റു 6 എത്രയാണ്? 30 എന്ന് കിട്ടി. ഇനി ഇവ തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 30 മൈനസ് 24 6 എന്ന് കിട്ടി. ഇനി വേറെ നമ്പറുകൾ നോക്കിയാലോ. ഞാൻ 5 മുതലുള്ള സംഖ്യകൾ എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ 5, 6, 7, 8, 9, 10 6 സംഖ്യകളായല്ലോ. 2 അറ്റത്തുള്ള സംഖ്യകളുടെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം അല്ലെ ആദ്യം. അതായത് 5 ഇൻറ്റു 10 5 ഇൻറ്റു 10 ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടും? 50 എന്ന് കിട്ടും. ഇനി നടുക്കുള്ളത് കണ്ടുപിടിക്കണം അല്ലെ. 7ഉം 8ഉം 7 ഇൻറ്റു 8 ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടും? 56 കിട്ടും. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഇവിടെയും ഡിഫറൻസ് 6 ആയിട്ട് കിട്ടി അല്ലെ. അതായത് നമുക്ക് എന്ത് പറയാം? അറ്റത്തുള്ള സംഖ്യകളുടെ പ്രൊഡക്റ്റും നടുക്കുള്ള സംഖ്യകളുടെ പ്രൊഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാന്ന് പറയാം? 6 ആന്ന് പറയാം അല്ലെ. അതായത് ഡിഫറൻസ് ഈക്വൽ ടു 6. ഇനി ഇത് ഓൾജിബ്ര ഉപയോഗിച്ച് എങ്ങനെ പ്രൂവ് ചെയ്യാം? കണ്ടിന്യൂസ് ആയിട്ടുള്ള 6 നമ്പേഴ്സ് അല്ലേ എടുക്കണ്ടേ. കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പേഴ്സ് എങ്ങനെ എടുക്കാം? ആദ്യത്തെ നമ്പർ ഞാൻ x ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഏതായിരിക്കും? x+1 ആയിരിക്കും അല്ലെ. മൂന്നാമത്തതോ x+2 ആയിരിക്കും അല്ലെ. നാലാമത്തതോ x+3, അഞ്ചാമത്തത് x+4, ആറാമത്തത് x+5.
കണ്ടിന്യൂസ് ആയിട്ടുള്ള 6 നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ എടുത്തു. ഇനി ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? രണ്ടറ്റത്ത് കിടക്കുന്ന നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം അല്ലെ. അതായത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 5 കണ്ടുപിടിക്കണം. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? ഈ എക്സിനെ ഈ രണ്ട് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അതായത് എക്സ് ഇൻറ്റു എക്സും ചെയ്യണം, എക്സ് ഇൻറ്റു 5ഉം ചെയ്യണം. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എക്സ് ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് എത്രയാണ്? എക്സ് സ്ക്വയർ അല്ലെ. ദെൻ പ്ലസ് എക്സ് ഇൻറ്റു 5 എക്സ് എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? നടുക്കുള്ള രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം അല്ലെ. അതായത് എക്സ് പ്ലസ് 2ഉം എക്സ് പ്ലസ് 3യുമാണ് സെന്ററിൽ കിടക്കുന്നത്. ഇവയുടെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. അതായത് എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെങ്ങനെ ചെയ്യുന്നത്? ആദ്യത്തെ ബ്രാക്കറ്റിലെ ഓരോ നമ്പറും രണ്ടാമത്തെ ബ്രാക്കറ്റിലെ ഓരോ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് എക്സ് ഇൻറ്റു എക്സും ചെയ്യണം, എക്സ് ഇൻറ്റു 3യും ചെയ്യണം. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എക്സ് ഇൻറ്റു 3 പ്ലസ് അടുത്തതിന് എന്ത് ചെയ്യണം? 2 ഇൻറ്റു എക്സ് ചെയ്യണം, 2 ഇൻറ്റു 3യും ചെയ്യണം അല്ലെ. അതായത് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു 3 6 അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2x എത്രയാണ്? 5x പ്ലസ് 6 അല്ലെ. നമ്മുടെ അറ്റത്തുള്ള സംഖ്യകളുടെ പ്രൊഡക്റ്റ് എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് 5x. മിഡിലുള്ളതോ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6ഉം കൂടെ കിട്ടി അല്ലെ. അതായത് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 5x ആണ്, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6ഉം കൂടെ ഉണ്ട് അല്ലെ. അപ്പോൾ ഡിഫറൻസ് എന്താണ്? ഈ പ്ലസ് 6 ആണ് നമ്മുടെ ഡിഫറൻസ്. സോ ഡിഫറൻസ് ഈക്വൽ ടു 6. അത് തന്നെയല്ലായിരുന്നു നമുക്ക് ആദ്യം കിട്ടിയത്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. 36 ഇൻറ്റു 28. ഇത് വേറൊരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. സാധാരണ മൾട്ടിപ്ലിക്കേഷൻ പോലെ അല്ല ചെയ്തേക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്തേക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് മറ്റൊരു എക്സാമ്പിൾ നമ്മളോട് സ്വന്തമായിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഓൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഈ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്തേക്കുന്നതെന്ന് നോക്കിയാലോ. എന്തായിരുന്നു ചെയ്യേണ്ടത്? 36 ഇൻറ്റു 28 ആയിരുന്നല്ലേ ചെയ്യേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ 3 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്ന് എഴുതി. അതായത് ഈ 3ഉം 2ഉം എവിടുന്ന വന്നേ? 36ന്റെ 3ഉം 28ന്റെ 2 ആണ് ഇതിനകത്ത് അല്ലേ. അതായത് ആ ഡിജിറ്റുകളുടെ പ്രത്യേകത എന്താ? ആ രണ്ട് ഡിജിറ്റുകളും ടെൻസിന്റെ പ്ലേസിലാണ് കിടക്കുന്നത് അല്ലെ. ആദ്യത്തെ നമ്പറിന്റെ ടെൻസിന്റെ പ്ലേസിലാണ് 3 കിടക്കുന്നത്, രണ്ടാമത്തെ നമ്പറിന്റെ ടെൻസിന്റെ പ്ലേസിൽ 2ഉം കിടപ്പുണ്ട്. അതിനുശേഷം ഇൻറ്റു 100 ചെയ്തു. അതായത് ടെൻസിന്റെ പ്ലേസിലെ നമ്പറുകൾ എടുത്തു, അതിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു, അതിനുശേഷം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? 3 ഇൻറ്റു 8 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്നു, 8 രണ്ടാമത്തെ നമ്പറിന്റെ വൺസിന്റെ പ്ലേസിലും കിടക്കുന്നു അല്ലെ. അതായത് ടെൻസും വൺസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ പ്ലസ് 6 ഇൻറ്റു 2. 6 എവിടെ കിടക്കുന്നത്? ആദ്യത്തെ വൺസിന്റെ പ്ലേസിൽ. 2ഓ ടെൻസ്. അതായത് ആദ്യത്തെ വൺസും രണ്ടാമത്തെ ടെൻസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അതിനുശേഷം അത് ആഡ് ചെയ്തു, 36 എന്ന് ആൻസർ കിട്ടി. അതിനുശേഷം അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എങ്ങനെ വന്നേ? 6 ഇൻറ്റു 8 അല്ലെ. 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ വൺസ് അല്ലെ, 8ഓ രണ്ടാമത്തതിന്റെ വൺസും. അതായത് മൂന്നാമത്തെ സ്റ്റെപ്പ് എങ്ങനെ വന്നേ? രണ്ട് നമ്പറിന്റെയും വൺസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 48 കിട്ടി. അതിനുശേഷം എന്താ ചെയ്തിരിക്കുന്നത്? നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പിലും കണ്ടുപിടിച്ച ആൻസറുകൾ തമ്മിൽ കൂട്ടി, അപ്പോൾ നമുക്ക് 1008 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു നമ്പർ എടുത്ത് ചെയ്ത് നോക്കിയാലോ. നമുക്കൊരു 25ഉം ഇൻറ്റു 12 ചെയ്ത് നോക്കാം. 25 ഇൻറ്റു 12. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നായിരുന്നു? 3 ഇൻറ്റു 2 ചെയ്ത് 6, അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. അതായത് ടെൻസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റുകളുടെ പ്രൊഡക്റ്റ് എടുത്തു, അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെയും ടെൻസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റുകൾ ഏതൊക്കെയാണ്? 2ഉം 1ഉം ആണ് ടെൻസിന്റെ പ്ലേസിൽ അല്ലെ. അപ്പോൾ അതിന്റെ പ്രൊഡക്റ്റ് കാണുക. അതായത് 2 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 200 കിട്ടി അല്ലെ. രണ്ടാമത്തെ സ്റ്റെപ്പോ? ആദ്യത്തെ ടെൻസും രണ്ടാമത്തെ വൺസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ആദ്യത്തെ 10ന്റെ സ്ഥാനത്ത്, അതായത് ആദ്യത്തെ ടെൻസ് അത് 2 ആണ്, രണ്ടാമത്തെ വൺസ് അതും 2 ആണ് അല്ലെ. അതായത് 2 ഇൻറ്റു 2
പ്ലസ് അടുത്തതിന് എന്ത് ചെയ്യണം? ആദ്യത്തെ വൺസും രണ്ടാമത്തെ ടെൻസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യത്തെ വൺസ് അതായത് 5 ആണ് അല്ലെ? 5 into 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എത്രയാണ്? 2 into 2 4 5 into 1 5 അല്ലെ? അതായത് 4 plus 5 9 എന്ന് കിട്ടി. 9. ഇനി എന്ത് ചെയ്യണം? ആ ആൻസറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അതായത് 9 into 10 എത്ര കിട്ടും? 90 എന്ന ആൻസർ കിട്ടും അല്ലെ? അടുത്ത സ്റ്റെപ്പ് എന്നാ? 6 into 8 അല്ലെ? അതായത് വൺസിന്റെ പ്ലേസുകൾ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, വൺസിന്റെ പ്ലേസിലെ ഡിജിറ്റുകൾ ഏതൊക്കെയാണ്? 5ഉം 2ഉം ആണ് വൺസിന്റെ പ്ലേസിൽ കിടക്കുന്നത് അല്ലെ? അതായത് 5 into 2 ചെയ്യണം. 5 into 2 അത് എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? 10 ആണ് ആൻസർ കിട്ടുന്നത്. അടുത്ത സ്റ്റെപ്പിൽ ഇതെല്ലാം കൂടെ കൂട്ടണം അല്ലെ? അതായത് 25 into 12 അതിന്റെ ആൻസർ എത്രയാണ്? ഇത് 0. അടുത്ത 9 1 10 10ന് 0 ശിഷ്ടം 1 2 1 3 അല്ലെ? എത്ര ആൻസർ കിട്ടി? 300 എന്ന് പറയുന്ന ആൻസർ കിട്ടി. അതായത് മറ്റൊരു രീതിയിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേക്കുവാണ്, 2 ഡിജിറ്റ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തേക്കുവാണ്. ഇനി അടുത്തത് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? അതൊരു ഓൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതായത് രണ്ടാമതായിട്ട് ഇങ്ങനെയുള്ള മൾട്ടിപ്ലിക്കേഷന് ഓൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കും പ്രൂവ് ചെയ്യുന്നത്? 2 2 ഡിജിറ്റ് നമ്പറുകളല്ലേ നമുക്ക് ചെയ്യേണ്ടത്? 2 ഡിജിറ്റ് നമ്പറുകൾ. അതായത് 2 ഡിജിറ്റ് നമ്പറുകളുടെ ജനറൽ ഫോം എന്താ? 10x പ്ലസ് y എന്ന ഫോമിലായിരിക്കും 2 ഡിജിറ്റ് നമ്പറുകളെല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നത്. 10x പ്ലസ് y. ഈ 2 ഡിജിറ്റ് നമ്പറിനെ മറ്റൊരു 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അതായത് മറ്റൊരു 2 ഡിജിറ്റ് നമ്പർ എടുക്കണ്ടേ? അത് ഞാൻ 10m പ്ലസ് n എന്ന് എടുത്തു. 10m പ്ലസ് n. അപ്പോൾ ഇവിടെ നമുക്ക് 2 2 ഡിജിറ്റ് നമ്പറുകളായി. ഇതിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10x കൊണ്ട് 10m മൾട്ടിപ്ലൈ ചെയ്യണം, n മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അതായത് 10x into 10m 10x into 10m പ്ലസ് 10x into n 10x into n. അടുത്തത് ഇനി y ആണല്ലേ? അപ്പോൾ y കൊണ്ട് 10m മൾട്ടിപ്ലൈ ചെയ്യണം, n മൾട്ടിപ്ലൈ ചെയ്യണം. സോ പ്ലസ് y into 10m y into 10m പ്ലസ് y into n y into n. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? 10x into 10m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? 10 into 10 100 അല്ലേ? 100xm അല്ലേ? 100xm പ്ലസ് 10x into n 10xn അല്ലേ? 10xn പ്ലസ് y into 10m 10ym അല്ലേ? 10ym പ്ലസ് y into n yn. ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ ടൈം നോക്കിക്കേ, 10 രണ്ടിനും കോമൺ അല്ലേ? അപ്പോൾ 10 കോമൺ ആയിട്ട് ഞാൻ എടുക്കാനായിട്ട് പോവുക ഈ രണ്ട് ടൈമിൽ നിന്ന് മാത്രം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 100xm പ്ലസ് 10 into ബാക്കി ഇവിടെ എന്തുണ്ട്? xn ഉണ്ട് അല്ലേ? xn പ്ലസ് ഇവിടെ ബാക്കി എന്താ ഉള്ളത്? ym ഉണ്ട് അല്ലേ? ym പ്ലസ് yn. ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഈ രീതിയിൽ തന്നെയല്ലേ ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്നത്? ഇവിടെ ആദ്യത്തെ ടൈം എന്താണ്? 100xm അല്ലേ? എക്സും എമ്മും ഏതൊക്കെയാണ്? എക്സ് എന്ന് പറഞ്ഞാൽ ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്ന നമ്പറാണ്. എക്സ് ടെൻസിന്റെ പ്ലേസിലാണെന്ന് അറിയിക്കാൻ വേണ്ടിയല്ലേ 10 into എന്ന് ചെയ്തിരിക്കുന്നത്. അതായത് എക്സ് ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്നതാണ്, എമ്മോ രണ്ടാമത്തെ നമ്പറിന്റെ ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്നതാണ്. അതായത് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ആ ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്ന നമ്പറുകളുടെ പ്രൊഡക്റ്റിനെ 100 വെച്ച് എഗെയിൻ മൾട്ടിപ്ലൈ ചെയ്തു. അത് തന്നെയല്ലേ ഈ ഫസ്റ്റ് സ്റ്റെപ്പ്? ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്ന നമ്പറുകളുടെ പ്രൊഡക്റ്റിനെ എഗെയിൻ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് അതിന്റെ കൂടെ ഏത് കൂട്ടി? എക്സ് ടെൻസിന്റെ പ്ലേസിലാണ്, എൻ വൺസിന്റെ പ്ലേസിലാണ് അല്ലെ? ഇവിടെയോ എം ടെൻസിന്റെ പ്ലേസിലാണ്, വൈയോ വൺസിന്റെ പ്ലേസിലാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് അല്ലെ? അതിനുശേഷം അതിന്റെ സമ്മ കൊണ്ടു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ? അത് തന്നെയല്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്? ടെൻസും വൺസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് വൺസും ടെൻസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, അത് രണ്ടും കൂടെ കൂട്ടി അതിനുശേഷം 10 കൊണ്ട് എഗെയിൻ അതിനെ മൾട്ടിപ്ലൈ ചെയ്തു. അതല്ലേ ഈ രണ്ടാമത്തെ ടൈം. അടുത്ത മൂന്നാമത്തെ ടൈമോ yn എന്നാ കൊടുത്തേക്കുന്നത് അല്ലെ? അതായത് y ആദ്യത്തെ വൺസിന്റെ പ്ലേസിലാണ് കിടക്കുന്നത്, എന്നോ രണ്ടാമത്തെ വൺസിന്റെ പ്ലേസിലാണ് കിടക്കുന്നത് അല്ലെ? അതായത് വൺസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു.
ഇവിടെ അത് തന്നെയല്ലേ ചെയ്തേക്കുന്നത്, വൺസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ. ഇനി ഈ ആൻസറുകളെല്ലാം കൂടെ കൂട്ടി നമുക്ക് 300 കിട്ടി അല്ലേ. അതായത് ആദ്യത്തെ ടേം പ്ലസ് രണ്ടാമത്തെ ടേം പ്ലസ് എന്നുവെച്ചാൽ അതെല്ലാം കൂടെ കൂട്ടിയെന്നല്ലേ എൻ്റെ അർത്ഥം. അതായത് ഈ ബീജഗണിതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയല്ലേ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതി കൂട്ടി വെച്ചിരിക്കുന്നത്. അതായത് ഈ മൾട്ടിപ്ലിക്കേഷന്റെ പ്രൂഫാണ് ഇവിടെ ഈ ചെയ്തിരിക്കുന്നത്.